ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നല്ല, നമ്മൾ ഷീനിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ, പൈജാമ സെറ്റ്. അപ്പോൾ കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാമെന്ന്. ക്വാളിറ്റി ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പറയാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതിന് മുന്നേ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജിമ്മിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് ടീഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ പാൻറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ്, നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു 2 ഇയർ മുന്നേ ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വേസ്റ്റ് ബാഗ് കേട്ടോ. അതും നല്ല ക്വാളിറ്റി ആയിരുന്നു. ഒരു 3 പൗണ്ടിനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു കേടൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 2 സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ടോട്ടൽ 11 സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. അപ്പോൾ അത് 2 സെറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റുള്ള പാക്കേജ് ഞാൻ പൊട്ടിച്ച് നോക്കി. അതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ ആ ഡ്രസ്സ് എങ്ങനത്തതാണെന്നുള്ളത്. ഒരെണ്ണം ഒരു കോഡ് സെറ്റും പിന്നെ ഒരെണ്ണം പൈജാമ തന്നെയായിരുന്നു. പുറത്ത് പോകുമ്പോഴാൻ വേണ്ടിയിട്ടാണ് കോഡ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കാണ്ടോ, ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പാർസൽ വന്നിട്ട് ഞാൻ പൊട്ടിക്കാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് പൊട്ടിക്കാണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ പാക്കേജ് ഞാൻ പൊട്ടിച്ച് മറ്റേത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എത്രയും ഡ്രസ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു 9 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 2 ഞാൻ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു. ഇതൊന്നും ഈ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലതാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ മെറ്റീരിയലിനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് വിൻ്ററിനൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, കണ്ടിട്ട് സോഫ്റ്റാണ് തോന്നുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, സോഫ്റ്റാണ് കേട്ടോ. ഒരു കോഫി ബ്രൗൺ കളറാണ്. നമുക്കിത് കറക്റ്റ് ഫിറ്റ് ആണോന്നും കൂടി ഇട്ട് നോക്കാം കേട്ടോ. ഇത്രയും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൈജാമ ഞാൻ വെയർ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും എന്താ പറയുക, കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മേല് ഇത് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല, അത്രയും സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് കുറച്ചൊരു ഇറങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ പൈജാമൻ്റെ ഉള്ളിലും ഇതുപോലെ ഒരു ഇന്നർ വെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നെക്ക് കുറച്ചൊന്ന് ഇറങ്ങിയതുകൊണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ബ്ലാക്ക് പൈജാമ ആണ്. ബോ ഡെക്കറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ത്രെഡ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ സെൻറ്ററിലൂടെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ സോഫ്റ്റ് മെറ്റീരിയലാണ്. അടുത്തതായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു പൈജാമ സെറ്റ് ആണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫ്ലട്ടർ സ്ലീവ് ആണ് കേട്ടോ. സെയിം ഡിസൈൻ തന്നെയാണ് പാൻറ്റിനും ഉള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പൈജാമ സെറ്റ് ആണ് കേട്ടോ. ഇതും ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസൈൻ വന്നിട്ട് ഒരു ചെക്ക് ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു കോസി ടൈപ്പ് പൈജാമ സെറ്റ് ആണ്. വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു പൈജാമ ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവും വന്നിട്ട് ഫ്ലട്ടർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. നെക്കിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പാൻറ്റിന്റെ അടിയിലും സെയിം ഡിസൈൻ ആണ്. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൈജാമാണ്. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. എനിക്ക് എല്ലാതും ഇഷ്ടമായിട്ടുണ്ട്. പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ വരുന്നത്. ഹാഫ് സ്ലീവ് ആണ്. ഇതുപോലെ കയ്യിലൊക്കെ ഇതുപോലെ ഡിസൈൻ ഉണ്ട്. പാൻറ്റിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ സ്റ്റൈൽ ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു പൈജാമ തന്നെയാണ്. ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്തിടാം കേട്ടോ. നമുക്കിത് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്.
ഞാൻ ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു പൈജാമ സെറ്റ് ഉണ്ടല്ലോ, എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഫ്ലോറലാണ്, മൾട്ടി കളറിൽ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ ടൈപ്പ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പൈജാമ സെറ്റും അത്യാവശ്യം ലെങ്ത്ത് ആയിട്ടുള്ള പൈജാമ സെറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ഡിസൈൻ ഉണ്ട്. നമ്മൾ സ്ലീവിൽ എന്താണുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മുടെ പാൻറ്റിനും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്തിടാൻ പറ്റുന്ന ഒരു പൈജാമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലോറൽ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു പൈജാമ സെറ്റാണ്. ഇതൊന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നൈറ്റൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന പൈജാമാണ്. സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഈ ഒരു കോഫി ബ്രൗൺ പൈജാമാണ്. ഇതും നൈറ്റാണ് കേട്ടോ കൂടുതൽ നമുക്ക് വെയർ ചെയ്യാൻ ഒന്നും കൂടി നല്ലത്. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഇത് ഇട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കുറച്ചൊരു ലൂസ് ടൈപ്പാണ്. ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു അലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ ഈ സ്ലീവിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കോഡ് സെറ്റാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജാക്കറ്റിൻ്റെ അടിയിലും നന്നായിട്ട് ഡ്രസ്സ് ചെയ്താലാണ് അത്യാവശ്യം ഒരു ചൂടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് വിൻ്ററിനൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന നല്ല കോഡ് സെറ്റാണ്. ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ അടിയിലും പാൻറ്റിൻ്റെ അടിയിലൊക്കെ ബോർഡറിൽ ഇതുപോലെ വൈറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതും ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ. കറക്റ്റ് ഫിറ്റാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ സൈസും സ്മോളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സ്ലീവിൻ്റെ അടിയിൽ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻറ്റിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും സ്ലീവിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന കോഡ് സെറ്റ്. സ്ട്രിപ്പ് പാറ്റേണിൽ വരുന്ന ഈ ഒരു കോഡ് സെറ്റാണ്. കുറച്ച് ലൂസാണ് എനിക്ക്, പക്ഷെ ഒരു ലൂസ് ഫിറ്റാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു മോഡൽ. ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൗണ്ട് നെക്കിലാണ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ ഒരു സൈഡിൽ നെക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ബട്ടൺ വരുന്നുണ്ട് ഒരു സിൽവർ കളറിൽ. ഇതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു പൈജാമ സെറ്റാണ്. ഈ ഒരു ബർഗണ്ടി ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഞാൻ ഉള്ളിൽ ഇന്നർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഡ്രസ്സും കണ്ടല്ലോ. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ക്യാമറ വെച്ച ആംഗിളൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ള എല്ലാ ഡ്രസ്സും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റി. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള സൈസും കറക്റ്റാണ് എനിക്ക്. എന്താ പറയുക, ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ കോഡ് സെറ്റ് കണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ട് ഉണ്ട് ഇടുമ്പോൾ. അഫോർഡബിൾ പ്രൈസിന് ഇത്രയും നല്ല ഡ്രസ്സും ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടമായിട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാതും സൂപ്പറാണ്. ഒരുവിധമൊക്കെ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറി പർച്ചേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.